ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മുട്ടുങ്ങൽ മീത്തലങ്ങാടി LP സ്കൂളിലാണ്. ഇവിടെ ഇന്ന് സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഇവിടെ ഇന്ന് പതാകയൊക്കെ ഉയർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സിൻ്റെയും HMൻ്റെയും സാന്നിധ്യത്തിൽ വാർഡ് മെമ്പർ ആബിദ മുസ്തഫയാണ് ഇവിടെ പതാക ഉയർത്തുന്നത്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉജ്ജല, ജലധി, തരംഗ, തബ ശുഭ നാമേ ജാഹേ, തബ ശുഭ ആശിഷ മാഹേ, തബ ഹേ തബ भारत भाग्य विधाता, जय है जय है जय है जय 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 है. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കേറെ സന്തോഷകരമാണ്. നമുക്കറിയാം, ഇന്ത്യ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരുപാട് സമരങ്ങളും ഉപ്പ് സത്യാഗ്രഹം പോലുള്ള ഒരുപാട് സമരങ്ങളും എല്ലാം നടന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ചാച്ചാജി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ സംഗമത്തിൽ അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യയെ ഒരൊറ്റ ജനതയായും ഒരു മതസ്ഥനായും എല്ലാം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകും. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ആഘോഷിക്കാം അല്ലേ? ആഘോഷിക്കാം അല്ലേ? ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ടീച്ചറെ പറയുന്നുണ്ടോ? ലക്ഷ്മി ഇങ്ങോട്ട് ടീച്ചർ, അവിടെ നല്ല വെയിൽ. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ആബിദ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, എല്ലാവർക്കും ഞാൻ ആദ്യമായി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നമുക്കറിയാം, നമ്മളിന്ന് 80ാം സ്വാതന്ത്ര്യ ദിനമാണിന്ന് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന്. 200 വർഷത്തിലേറെ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിന് കീഴിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നും നിങ്ങൾ പുസ്തകങ്ങളിലോ മറ്റും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക ഇനിയുള്ള അടുത്ത 5, 6, 7 ക്ലാസ്സുകളിലൊക്കെ ആകുമ്പോഴേക്കും ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്കറിയാം, 1497 കോഴിക്കോട് കാപ്പാടി എന്ന സ്ഥലത്തെ ആദ്യമായിട്ട് വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങി പോർച്ചുഗീസ് നാവികനായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ സമ്പത്തുകളും ധാരാളം സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ കണ്ട് വളരെയധികം അതിൽ ആകർഷയായി. അങ്ങനെ പിന്നീട് നമ്മുടെ പല രാജ്യങ്ങളിൽ നിന്നും പോർച്ചുഗീസുകാർ, സ്പെയിന്, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ എന്നിങ്ങനെ പലരും ഇന്ത്യയിലേക്ക് വന്നു. ആദ്യം അവർ നമ്മളോട് കച്ചവടത്തിന് വേണ്ടിയായിരുന്നു അവർ വന്നിരുന്നത്. എന്നാൽ പിന്നീട് അവരെന്ത് ചെയ്തു? നമ്മുടെ രാജ്യം അപ്പോൾ പല നാട്ടുരാജാക്കന്മാരുടെ കീഴിലായിരുന്നു. ആ നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ നിന്നും ഇവരെന്ത് ചെയ്തു? ഓരോരോ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി. അങ്ങനെ അവർ ഇന്ത്യയെ മുഴുവനും ആര് കീഴടക്കി കഴിഞ്ഞു? ബ്രിട്ടീഷുകാരെ കീഴടക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളെങ്ങനെയാണ്? ഒരു ജയിലിൽ അകപ്പെട്ടവരെ പോലെയായിരുന്നു നമ്മളുടെ സ്ഥിതി. അവർ പറയുന്നത് പോലെ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾക്ക് ഒന്നിനും അവകാശമോ ഒന്നിനും സ്വാതന്ത്ര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേശാഭിമാനികളായ നമ്മുടെ ഇന്ത്യൻ നേതാക്കന്മാർ എന്ത് ചെയ്തു? രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ബ്രിട്ടീഷുകാർക്കെതിരെ നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രയത്നിച്ചു. നമ്മൾ പലരുടെയും പേര് കേട്ടിട്ടുണ്ടാവും. താന്തിയോ തോപ്പി, നാനാ സാഹിബ്, ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, ബാലഗംഗാധര തിലകൻ, മുഹമ്മദ് ഇക്ബാൽ, അങ്ങനെ ധാരാളം പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ?
അങ്ങനെയുള്ള ധാരാളം പേരുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് അറിയാം നമുക്കൊക്കെ? എപ്പോഴാണ് ലഭിച്ചത്? 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ ദിനമായിട്ട് ഏത് ദിവസം ആഘോഷിക്കാൻ തുടങ്ങി? ആഗസ്റ്റ് 15 നമ്മൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ തുടങ്ങി. IT മേഖലകളിൽ എന്നീ മേഖലകളിലൊക്കെ എല്ലാറ്റിലും നമ്മൾ വളരെ മുൻപന്തിയിൽ എത്തിച്ചേർന്നു. അങ്ങനെ എത്തിച്ചേർന്നതിൻ്റെ ഫലമായി നമ്മൾ എന്ത് ചെയ്തു? നല്ല ഒരു രാഷ്ട്രമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മക്കളായി നിങ്ങൾ തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും ഒന്ന് കൊടിയൊന്നും ഇങ്ങനെ മുകളിലോട്ടാക്കിയിട്ടൊന്ന് വീശു ഇങ്ങനെ. മതി. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് 75 വർഷം പൂർത്തിയാവുകയാണ്. ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ നാം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ത്യാഗത്തെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മുട്ടങ്ങൽ സൗത്ത് UP സ്കൂളിലാണ്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യദിന പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് നോക്കാം. ആദ്യം റെഡി വീശിയത് പൊടിയൊന്ന് വീശിയ ഇങ്ങനെ ഉയർത്തിയിട്ട് എന്നിട്ട് വീശി ഇങ്ങനെ വീശി. ഇവിടെ ടീച്ചേഴ്സ് അതുപോലെ തന്നെ സ്കൗട്ട് JRC അതുപോലെ HMൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ വരപ്പുറത്ത് താഹയാണ് ഇത്. PTA കമ്മിറ്റി പ്രസിഡൻ്റാണ് വരപ്പുറത്ത് താഹ ഈ ഒരു പതാക ഉയർത്തുന്നത്. Yes. Okay. Okay. ഒന്നും Salute the flag, salute. Down. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे जागे तब शुभ आशीष मागे गाहे तब जय गादा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും എന്റെ
എന്റെ ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. Assembly attention. Stand at ease. Attention. Assembly dismissed. ഇനി എന്തൊക്കെയാ പരിപാടികൾ ടീച്ചറെ? അതിലിപ്പോൾ നമ്മൾ 80ന്റെ നിറവിൽ വിദ്യാലയത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് അതിരാവിലെ ഞങ്ങളുടെ കൂടെ എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറെ അഭിമാനം. എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു മുന്നൊരുക്കമാണ് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാനായി ഈ വിദ്യാലയത്തിൽ നിന്നും റിട്ടയർഡ് ചെയ്ത ബഹുമാനപ്പെട്ട പ്രകാശ് കുമാർ മാസ്റ്ററാണ് എത്താനിരിക്കുന്നത്. 10 മണിയോടെയാണ് സാർ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ കുട്ടികളുടെ കലാപരിപാടികൾ, പ്രസംഗം, അതുപോലെ പിന്നെ ദേശഭക്തി ഗാനം, അതുപോലെ തന്നെ ഫ്ലാഷ് മോബ്, പിന്നെ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ഐറ്റം ഡാൻസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇനി സ്റ്റേജിൽ അരങ്ങേറാനുണ്ട്. ഏതായാലും നല്ലൊരു തുടക്കം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ. PTA പ്രസിഡന്റ് പറയുന്നു ആശംസകളും പറയാം. ഓക്കെ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ന് സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് കുറച്ച് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഉള്ളത് മുട്ടങ്ങൽ മീത്രങ്ങാടിയുള്ള അംഗൻവാടിയിലാണ്. അപ്പോൾ അംഗൻവാടിയിൽ കുട്ടികളൊക്കെ ഇവിടെ ആദ്യ ഒരു പതാകയൊക്കെ ഉയർത്തി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അംഗൻവാടി. ഒരു കെട്ടിടമൊക്കെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഹായ്, എന്തല്ല സൂപ്പർ, അടിപൊളിയായി. സൂപ്പർ, കൈമുടി. എല്ലാവരും പഠിച്ച എല്ലാവർക്കും ഇന്ന് അമ്മമാർ കണ്ടില്ല. എനിക്ക് പഞ്ചായത്തിനോട് പറയാനുള്ളത്, ഇവർക്കൊരു പ്ലേ സ്കൂൾ എന്തായാലും നിർബന്ധമാണ്. കാരണം നമ്മുടെ കക്കാട്ടുപള്ളി തൊട്ടടുത്ത പ്രദേശമായ അവിടെയൊക്കെ അംഗൻവാടിക്ക് പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ ഇവർക്കും ഇതൊരു വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, അത് ഒഴിവാക്കിക്കൊണ്ട് ഇവർക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടത്തിൽ ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടാകും, ഒരുപാട് ടോയ്സൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ ആ രീതിയിൽ അതിനൊരു മാറ്റം വരണം. എന്തായാലും തീർച്ചയായിട്ടും ഇതിനൊരു മുൻകൈ എടുക്കണം. ആ, ഇവിടെ നല്ല അടിപൊളി സേമിയ പായസമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, സൂപ്പർ. ഞാൻ ഇപ്പോൾ ഉള്ളത് മുട്ടുങ്ങൽ റിയാസ് സീവിയ മദ്രസയിലാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെ പതാകയൊക്കെ ഉയർത്തി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഹായ്, ഇനി ഏതാ സ്കൂളിൽ? ഏത് സ്കൂൾ? സൗത്ത് ഇവിടെ തിക്കോടി സ്കൂള്. ആ, അവിടെ JRC ആ, എൻ്റെ പേര് ആ, ഇൻഷാല്ലാ സൂപ്പറായി. ഓക്കെ, ഒരു പട്ടാളക്കാരൻ്റെ ലുക്കിലവൻ വരുന്നത് കേട്ടാ. അവനങ്ങനെയാ. എന്താ പേരെന്തേലും? അതു കൃഷ്ണ. ഏത് സ്കൂളിലാണ്? മുട്ടുങ്ങൽ സൗത്ത് UP. ആ, തിക്കോടി സ്കൂള്. അപ്പോൾ ആ, എന്നൊരു പേരെന്തേലും? ഹിബ്ബ. നിങ്ങളെ JRCയിലല്ലേ? ആ ആ, പറഞ്ഞോ. ഓക്കെ, താങ്ക് യു. ഹായ്, എന്തല്ല
എവിടെയാ പഠിക്കുന്നത്? പേരില്ല. അലി ആദം. എന്നാ പേര് പറ അതന്നെ. ഷംസുലുലമ റിലീഫ് സെൽ രോഗികൾക്കൊരു കൈത്താങ്. വരും രാവിലെ തന്നെ ഇവിടെ ഒരു പതാകയൊക്കെ ഉയർത്തിയ കണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. സിറാജ് ടി നിന്നും എല്ലാ ഇന്ത്യക്കാർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇതെന്റെ മാതൃരാജ്യം.